വീണ്ടും വാർത്തകളിലേക്ക്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ബാലസഭ നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ കുടുംബങ്ങളിലെ കുട്ടികളുടെ കൂട്ടായ്മയാണ് ബാലസഭ. പൗരബോധമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്, വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ബാലസഭകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നവമുകുളങ്ങളാണ് നിങ്ങൾ കുട്ടികൾ. നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ക്രിയാത്മകമായ പലതും രൂപപ്പെട്ടു വരുന്നത്. അത് നാളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ മുതൽക്കൂട്ടായി മാറേണ്ടതാണ്. അല്ലെ, വർത്തമാനകാല സാഹചര്യം, നിങ്ങളുടെ ബാല്യകാല ജീവിതം വരെ ഇന്ന് ലൈംഗികമായും മറ്റു പലതരത്തിലും പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി നിതിൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VR വിജയൻ, MV വിമൽകുമാർ, KP സുഗദാസ്, സുമതി അരവിന്ദാക്ഷൻ, സത്യഭാമ ജയബാലൻ, ശ്രീദേവി മാധവൻ, തങ്കമണി ത്രിവിക്രമൻ, MK മോഹനൻ, PV ഷാബു തുടങ്ങിയവരും സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ഗീതാഞ്ജലി തിലകൻ സ്വാഗതവും മഞ്ജു ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. രാവിലെ 10 മണി മുതൽ 6 മണി വരെ നടന്ന ബാലസഭയിൽ 100-ലധികം കുട്ടികൾ പങ്കെടുത്തു. ബെന്നി ജേക്കബ് ബാലസഭാ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫിലിപ്പീൻസിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സമുദ്രതീര സംരക്ഷണവും പാരിസ്ഥിതിക ജനകീയക്ഷേമവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് പുറപ്പെടുന്ന TN പ്രതാപൻ MLAക്ക് MSF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. MSF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി MLAക്ക് പ്ലാവിലത്തൊപ്പിയും പൂച്ചെണ്ടും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടേറിയറ്റ് CA മുഹമ്മദ് റഷീദ് സമ്മാനിച്ചു. MSF നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അജ്മൽ KS അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA ഫഹദ് റഹ്മാൻ, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് KK മാമദ്, KMCC ഭാരവാഹികളായ മുഹമ്മദ് ഷെരീഫ്, അബ്ദുൽ സത്താർ, KM ഫൈസൽ, മുസ്ലിം യൂത്ത് ലീഗ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് മുഹസിൻ PM, സെക്രട്ടറി PM നൌഫൽ, ഹാരിസ് റഷീദ് എന്നിവരും സംസാരിച്ചു. ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിന്റെയും നേതൃത്വത്തിൽ TN പ്രതാപൻ MLAക്ക് യാത്രയയപ്പ് നൽകി. യോഗിനിമാത സേവാ കേന്ദ്രം സെക്രട്ടറി NS നജീബ്, ജോയിന്റ് സെക്രട്ടറി AP സുനിൽ, AS ദിനേശ് എന്നിവരും സംസാരിച്ചു. ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ സമിതി മാധ്യമ പുരസ്കാരം മലയാള മനോരമ ലേഖകൻ ഗിരീഷ് ഉണ്ണികൃഷ്ണന് സമ്മാനിച്ചു. V സുനിൽകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി സേവാ സമിതി ചെയർമാൻ PB കൊച്ചുമൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലസാഹിത്യകാരൻ രാജൻ കോട്ടപ്പുറം പുരസ്കാരം സമ്മാനിച്ചു. ET ടൈസൺ മാസ്റ്റർ, PV അഹമ്മദ് കുട്ടി, EK സജീവൻ, E ഉണ്ണികൃഷ്ണൻ, PK സക്കരിയ, MS പ്രേമാനന്ദൻ, TS ശബന തുടങ്ങിയവരും സംസാരിച്ചു. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം ഇരിങ്ങാലക്കുട മേഖലാ സമ്മേളനവും കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രഖ്യാപനവും നടന്നു. TN പ്രതാപൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘം മേഖലാ പ്രസിഡന്റ് NV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VS സുനിൽകുമാർ MLA ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. മുതിർന്ന കലാകാരന്മാരെ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി ആദരിച്ചു. T സുന്ദരേശൻ മാസ്റ്റർ, AS രാജൻ, വേണു വെള്ളാനിക്കര, AR സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് ആചാര്യവരണം, ഭദ്രദീപ പ്രകാശനം, വിഗ്രഹപ്രതിഷ്ഠ, നിറവറ സമർപ്പണം, ഭാഗവത സമർപ്പണം, ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവ നടന്നു. ഗുരുപദം കാരുമാത്രയാണ് സപ്താഹ യജ്ഞത്തിന്റെ ആചാര്യൻ. ചന്ദ്രാപ്പിന്നി കൊല്ലാറ രാമകൃഷ്ണന്റെ ഭാര്യ പങ്കജാക്ഷി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംഘമിത്ര കിഷോർ ബാബു, ജോഷി, ഗോപികൃഷ്ണൻ, സതീബായി, രതിബായി എന്നിവർ മക്കളും, നാരായണൻ, ഗിരിജ, അലിജ, പ്രസന്ന, സുകുമാരൻ, സുനിൽകുമാർ എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യങ്ങളുമായി മധുരം നൽകിയും ചായ വിളമ്പിയും BJPയുടെ ആഘോഷം.
കയ്പമംഗലത്തെ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ്. 3 പീടികയിൽ ഒരു ഹോട്ടൽ അടപ്പിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. അധ്യാപകർക്കായി വലപ്പാട് BRCയിൽ നടന്നുവന്ന പരിശീലന ക്യാമ്പ് സമാപിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.